അസ്സലാമു വെൽക്കം ബാക്ക് ടു വിപീസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല എരിവും പുളിയും ഒക്കെ ഒത്തിണങ്ങിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് പൊറാട്ടയുടെയും ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് വരും. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു ടേബിൾ സ്പൂൺ, നിറയെ എടുത്തിട്ടില്ല, ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഈ കുറച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തിരുമ്മിയെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ തിരുമ്മിയെടുക്കണം, എങ്കിൽ മാത്രമാണ് മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ബീഫ് ആയതിനെ കൊണ്ട് തന്നെ വെള്ളം ഇത് കുക്കായിട്ട് വരുമ്പോൾ വെള്ളം താനേ ഉണ്ടായിക്കോളും. അപ്പോൾ വെള്ളം തീരെ ചേർക്കണ്ട കേട്ടോ. ഇങ്ങനെ നമ്മൾ അടുപ്പിൽ വെച്ചാലും വെള്ളം നമുക്ക് കളയാൻ വേണ്ടിയിട്ടുണ്ടാവുമേ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 or 3 വിസിലടിക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ കണ്ടില്ലേ വെള്ളം, നമ്മൾ നേരത്തെ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ടും ഇത്ര വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നിന്നൊക്കെ നമുക്ക് ഈ ബീഫൊന്ന് കോരി മാറ്റണം. വെള്ളം നമുക്ക് കളയണ്ട കേട്ടോ, വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ബീഫ് വെന്ത വെള്ളം ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റാം, കളയണ്ട കേട്ടോ, ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ബീഫ് ഇതാ ഇവിടെ 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അധികം വെന്ത് പോകണ്ട കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറയെ പൊടിക്കാത്ത പെരിഞ്ചീരകം, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നല്ലോണം ഒരു പിടി കറിവേപ്പില, അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തത്, നല്ല ജീരകം പൊടിച്ചതോ പൊടിക്കാത്തതോ ആയാലും കുഴപ്പമില്ല കേട്ടോ. അതും വേണം. ഒരു 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബീഫ് വെന്ത ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെയും നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1-2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 1/2 മണിക്കൂർ മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഡിഷിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാവിലെ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതാ നമ്മുടെ ബീഫ് വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇവിടെ വറുത്തെടുക്കുന്നത്. ബീഫ് ഒക്കെ ആകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊരു നാടൻ ഡിഷാണല്ലോ. അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ ബീഫ് വറുത്തെടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. നല്ലോണം അങ്ങോട്ട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല, എന്നാലിട്ട് കുറയാനും പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം. നമ്മൾ കോൺഫ്ലവറും അതുപോലെ മൈദയൊക്കെ ചേർത്തതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് അടുത്ത ബീഫും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പം ഞാനൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമുക്കൊരു A4 ഷീറ്റോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇതുപോലെ ബീഫ് കോരി മാറ്റാം. അധികമുള്ള എണ്ണയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ബീഫ് ഇതവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ നേരത്തെ ബീഫ് പൊരിച്ചെടുത്ത ബാക്കി വന്ന എണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇത് ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കരിയാതെ ഇതുപോലെ മൂപ്പിച്ച് കോരണേ. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്.
അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ 1 കൈപ്പിടി നിറയെ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. സവാളേനേക്കാളും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഇതുപോലെ പൊളിച്ചെടുക്കാനും അരിയാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം സവാള എടുത്താലും മതിയാവും. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. വാടിയിട്ട് കിട്ടിയാൽ പോരാ, ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് തന്നെ വരണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4-5 വറ്റൽ മുളക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. അത് ഗരം മസാല നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യത്തിന് കളറൊക്കെ ഉണ്ട്. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ അരമുറി ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്, അതുമില്ലെങ്കിൽ റെഡ് ചില്ലി സോസ്, അവയിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ബീഫ് വെന്ത ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനതിവിടെ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ചില്ലി ഫ്ലേക്സ് മുഴുവനായിട്ടും ചേർത്തിട്ടില്ല കേട്ടോ. എരിവ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. അതുപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ പൊറാട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ഇതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇതാ നമുക്കിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ഒരു പച്ചമുളകും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.